നന്ദി. യേശുവേ സ്തുതി. ഞാൻ നിറഞ്ഞ സന്തോഷത്തോടെയും വലിയ ആനന്ദത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങളായിരുന്നു ഈ ദിവസങ്ങളിൽ ഇവിടെ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നത്. ക്ലാസ്സുകൾ കട്ടിയായിരുന്നെങ്കിൽ പോലും അത് ഒരുപാട് കാര്യങ്ങൾ, അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് കിട്ടുകയായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഈ നീതിയുടെ കാര്യത്തിൽ ഇന്നവരെ നമ്മൾ ചിന്തിച്ചതിന് നേരെ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ആദത്തിൻ്റെ വരെ രക്ഷ, ശരിക്കും ആദത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഇതിനു മുന്നേ ചിന്തിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു രക്ഷയുള്ള കാര്യം ഇന്നവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതേപോലെ അബ്രാഹത്തിൻ്റെ സന്തതികളായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ നമ്മളും വരും എന്നുള്ള ആ രീതിയൊക്കെ ഇന്നലത്തെ ക്ലാസ്സിലൂടെയാണ് കിട്ടിയത്. അതുപോലെ ഈ ദിവസങ്ങളിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ തുറന്ന് ശിഷ്യന്മാർ ക്രിസ്തു നഷ്ടപ്പെട്ടപ്പോൾ അവരൊന്നിച്ച് ദുഃഖത്തിൽ ക്രിസ്തു നഷ്ടപ്പെട്ടപ്പോൾ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ മേലാത്തൊരവസ്ഥയിൽ അവരങ്ങനെ മുറി അടച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തു ആ മുറിക്കകത്ത് കതവ് തുറക്കാതെ അകത്ത് കടന്ന് അവർക്ക് സമാധാനം ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച രഹസ്യവും, അതുപോലെ തന്നെ ആ സമയത്ത് തോമാശ്ലീഹ അകത്തില്ല, തോമാശ്ലീഹ പുറത്താണ്. അപ്പോൾ തോമാശ്ലീഹ ധൈര്യശാലിയാണെന്നും ധീരനാണെന്നും നമുക്ക് അവനോടുകൂടി ഇപ്പം മരിക്കാമെന്നുള്ള ആ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ആ സമയത്തും ക്രിസ്തു മരിച്ചതിന് ശേഷം വരുന്നതും എന്തായാലും നേരിടാനുള്ള ആ ചങ്കൂറ്റവും തൻ്റെയോടും ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ ഇല്ലാതിരുന്നെന്നുള്ള ആ ബോധ്യം ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെയാണ് ശരിക്ക് അങ്ങനെയൊരു ചിന്താവിഷയം തന്നെ ഉണ്ടായത്. അതുപോലെ നിരീശ്വരവാദികളായാലും വിശ്വാസമില്ലാത്ത ആരായാലും ഏത് ജനതയിൽപ്പെട്ടവരായാലും നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ ആ വിശ്വാസം കൊണ്ട് അവരെയും യേശുവിലെത്തിക്കാമെന്നുള്ള യേശുവിൻ്റെ ആ അനുഗ്രഹം, ആ സാന്നിധ്യം അവർക്കും അറിയാൻ പറ്റുമെന്നുള്ളത്, അങ്ങനെയുള്ള ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് ത്രേസ്യ പുണ്യവതിയുടെ ആ ചരിത്രത്തിൽ 14 വയസ്സുള്ള കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടികൾക്ക് 3 പേരെ കൊന്ന അതിനോട് ഹൃദയത്തിലുണ്ടായ അലിവ്, ആ സ്നേഹം, അതൊക്കെ വലിയ ആഴത്തിൽ സ്പർശിച്ച വലിയ അനുഗ്രഹമായിരുന്നു. ബ്രദറിൻ്റെ ഓരോ ക്ലാസ്സുകളും അതിൻ്റെ എല്ലാം തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാം അതിൻ്റേതായി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ഇന്നലെ വൈകുന്നേരം 2 പേര് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം ചമ്മിപ്പോയി. പണ്ട് വിനോദച്ചൻ പറഞ്ഞിട്ടുണ്ട്, സെമിനാരി വിദ്യാഭ്യാസ സമയത്ത് സിഗിയനി വന്നപ്പം ഇവിടുത്തെ വേദപാഠം പഠിക്കുന്ന കുട്ടികളെ അങ്ങനെയാണ് നിർത്തുന്നത്. വേദപാഠം പഠിക്കുന്ന കുട്ടികളെ എടുത്ത് ഒട്ടാച്ചനെ ഏൽപ്പിച്ചു അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ. അപ്പോൾ അവിടെ പോയി അച്ഛൻ ഇരുട്ടല്ലാതെ വേറെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ഇരുട്ടല്ലാതെ 3 പേര്, 4ാമത്തെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ചമ്മിനിരുന്നത് കൊണ്ട് പിന്നെ ആവശ്യത്തേക്ക് പോയില്ല. അങ്ങനത്തെ അതിൻ്റെ ഒരു ക്ഷീണം പിന്നെ ഇന്നലെ വൈകുന്നേരം പിന്നീടുള്ള ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ 4:30 വന്നിട്ട് ഈശോയുടെ മുന്നിൽ ഇവിടെ 3/4 മണിക്കൂറോളം മുട്ടു എന്ന് പ്രാർത്ഥിച്ച ഒരു ശക്തി നേടിയതിന് ശേഷമാണ് ഇന്നത്തെ ശുശ്രൂഷയെ പങ്കെടുത്തപ്പം ആ വിഷമതയും മാറിപ്പോയി. ദൈവത്തിന് കോടാനുകോടി നന്ദി. യേശുവെ നന്ദി. യേശുവെ സ്തുതി. അതുപോലെ ബ്രദറിൻ്റെ ടീമുകളും അവരുടെ പാട്ടുകളും ശരിക്കും ആ സങ്കീർത്തനപ്പെട്ട് ഞാൻ ഇന്നവരുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എത്ര മനോഹരമായ രീതിയിൽ അങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് അത് പാടി നോക്കിയിട്ട് ഒരു തരത്തിലും അതൊത്തിട്ടില്ല, ഒരു തരത്തിലും. അതെത്ര മനോഹരം. അതുപോലെ വചനം വായിക്കുന്നത്, വചനമൊക്കെ എത്ര മധുരകരമായ രീതിയിലാണ് ഹൃദയത്തിലേക്ക് തറയുന്നതെന്നറിയാം. വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി.